ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ, സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ സേനകൾ നാം ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമുക്കുണ്ടല്ലോ. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിരക്കാം, അതുപോലെ ചിതറുന്നു വൈരികളും. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിരക്കാം, അതുപോലെ ചിതറുന്നു വൈരികളും. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ സേനകൾ നാം ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമുക്കുണ്ടല്ലോ. ആശയ്ക്ക് വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കുണ്ടു കൂടെ. ആശയ്ക്ക് വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കുണ്ടു കൂടെ. സൃഷ്ടിക്കും അവൻ കുറവായുള്ളതെല്ലാം, ഏൽപ്പിക്കാൻ തൻ കയ്യിൽ സകലത്തെ. സൃഷ്ടിക്കും അവൻ കുറവായുള്ളതെല്ലാം, ഏൽപ്പിക്കാൻ തൻ സകലത്തെ. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ സേനകൾ നാം ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമുക്കുണ്ടല്ലോ. കഷ്ടതയുണ്ടത് സ്ഥിരമല്ലെന്നറിയ, നേരം കൊണ്ടതു നീങ്ങിടുമല്ലോ. കഷ്ടതയുണ്ടത് സ്ഥിരമല്ലെന്നറിയ, നേരം കൊണ്ടതു നീങ്ങിടുമല്ലോ. പരിഹാരമുണ്ടല്ല ശോധനകൾക്കും, സർവശക്തൻ നിനക്കരികിലുണ്ട്. പരിഹാരമുണ്ടല്ല ശോധനകൾക്കും, സർവശക്തൻ നിനക്കരികിലുണ്ട്. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം ജയം നാമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമുക്കുണ്ടല്ലോ. ശോധനകൾക്കും സർവശക്തൻ നിനക്കരികിലുണ്ട്. പരിഹാരമുണ്ടല്ല ശോധനകൾക്കും, സർവശക്തൻ നിനക്കരികിലുണ്ട്. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ശൈലവുമെന്നെ സങ്കേതവും കോട്ടയുമെന്റെ പറയുമെന്നെ
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മരിക്കയില്ല എന്ന് പറയാൻ കഴിയുമോ? ഈ വിഷയമാണ് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. കൊടുപ്പുറപ്പുകളെ, മരണം മനുഷ്യന് നിശ്ചയമാണ്. ഭൂമിയിൽ ജനിച്ചു വീഴ്ത്തപ്പെട്ട ഏതൊരു മനുഷ്യനും മരണത്തിന് അധീനനാണ്. മനുഷ്യന്റെ പാപനിമിത്തം മരണം ഭൂമിയിൽ ഉളവായി. ജനിച്ചാൽ മരിക്കും. പാപം ചെയ്ത് മനുഷ്യന് നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ് മരണം. എന്നാൽ മനുഷ്യൻ മരിക്കാതെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ ആർക്കും കഴിയുകയില്ല താനും. ഒരിക്കലും മരിക്കാതെ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നു. എങ്കിലും ഏവരും മരണത്തിന് ഒരു സമയത്ത് കീഴടങ്ങുന്നു. എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കാനുള്ള ഒരു വഴി, യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു തരുന്നു. എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നവൻ തന്നെ എന്നതിനാൽ പ്രിയരെ, കർത്താവിന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുവാൻ ഓരോ മനുഷ്യർക്കും ഇടയായിത്തീരണം. ആ കർത്താവിന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്നവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. ദൈവം മനുഷ്യനോട് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കൂടപ്പുറപ്പെ, അനുസരണക്കേട് കാട്ടിയ മനുഷ്യനിൽ ദൈവം പ്രഖ്യാപിച്ചതുപോലെ മരണം പ്രവേശിച്ചു. പാപത്തിന്റെ ശമ്പളം മരണം എന്നത് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്. റോമാലേഖനത്തിൽ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. എന്നാൽ മനുഷ്യനിൽ പ്രവേശിച്ച മരണത്തെ കീഴടക്കി മനുഷ്യനിൽ നിത്യജീവൻ പ്രദാനം ചെയ്യാൻ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചു. തന്റെ വചനം പ്രമാണിച്ചാൽ മരിക്കാതെ ജീവിക്കുവാൻ ദൈവം തന്നെ മനുഷ്യന് അവസരം ഒരുക്കി കൊടുത്തു. ഞാൻ മരിക്കയില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുവാനും അത് നേടിയെടുക്കുവാനും ദൈവം തന്നെ തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യന് അധികാരവും അവകാശവും നൽകി. മരണം എന്നത് നരകം അഥവാ തീപ്പൊയ്കയാണെന്നും നരകവാസത്തിലേക്ക് നിത്യമായി പോകാതെ നിത്യജീവൻ പ്രാപിച്ച് നിത്യജീവനിൽ പ്രവേശിക്കുവാനും തന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവ് അവസരം നൽകിയിരിക്കുന്നതിനാലും അത് വിശ്വസിക്കുകയും പ്രാപിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ധൈര്യമായി പ്രഖ്യാപിക്കുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. സങ്കീർത്തനക്കാരൻ വ്യക്തമായി ഓർപ്പിക്കുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ തന്നിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് സർവശക്തനായ ദൈവം ധൈര്യവും അവകാശവും അധികാരവും നൽകിയിട്ടുണ്ട്. അത് നേടിയെടുത്തവർക്കായി ദൈവത്തിനായി ഈ പ്രഭാതത്തിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് പ്രഖ്യാപിക്കുവാൻ ഒരു ദൈവവിശ്വാസിക്ക് ധൈര്യം ഉണ്ടാകുവാൻ ഇടയായത് എങ്ങനെയെന്നുള്ളത് പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും തിരിച്ചറിയണം. ആ തിരിച്ചറിവുള്ളവരായി തന്നെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ മരിക്കാതെ ജീവനോടെ ഇരിക്കുവാൻ ഇടയായതിന് ഒരു കാരണം, കർത്താവ് എൻ്റെ മരണത്തെ, എൻ്റെ മരണപാശങ്ങളെ അഴിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിക്കാതെയും ഏറ്റെടുക്കാതെയും ഇരിക്കുന്നിടത്തോളം കാലം മരണപാശങ്ങളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. ഓരോ മനുഷ്യന്റെയും അവസ്ഥയാണിത്. സങ്കീർത്തനം 116 പറയുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഭൂമിയുടെ വരപ്പിൽ ജനിച്ചു വീഴ്ത്തപ്പെടുന്ന ഓരോ മനുഷ്യന്റെയും അവസ്ഥ ഇതാണ്. എന്റെ മരണപാശങ്ങൾ എന്നേക്കുമായി കർത്താവ് യേശു ക്രിസ്തു കാൽവറി യാഗമരണത്താൽ അഴിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ യാഗമരണം എൻ്റേതാക്കി ഏറ്റെടുത്ത് കർത്തൃമൊഴിക്ക്, കർത്താവ് കൽപ്പിച്ച കൽപ്പനയ്ക്ക് എൻ്റെ ജീവിതം കൊണ്ട് അനുസരണം വരുത്തിയിരിക്കുന്നത് കൊണ്ട് വചനത്തിനുടയവനായ കർത്താവ് എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഈ സത്യമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ഞാൻ മരണത്തിൻ്റെ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ കർത്താവ് എൻ്റെ ബന്ധനം അഴിച്ചിരിക്കുന്നു. എനിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുന്നു. അത് എൻ്റെ അനുഭവമാക്കിയെടുത്ത എനിക്ക്
എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന നിത്യജീവന്റെ അവകാശത്താൽ ധൈര്യമായി പ്രഖ്യാപിക്കുവാൻ കഴിയുന്നു, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരിക്കും. തന്നെയുമല്ല, സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നു, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, ഈ അരിഷ്ടതയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അപ്പോസ്തലൻ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും വിടുവിക്കണമേ എന്ന അരിഷ്ട മനുഷ്യനായിരുന്ന എൻ്റെ നിലവിളി കേട്ടു മനസ്സലിഞ്ഞ ജീവനാഥൻ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. 116 സങ്കീർത്തനം. മരണാധികാരിയായ പിശാച് എന്നിൽ വരിഞ്ഞു മുറുക്കിയ ആ മരണക്കയറിനാൽ, ആ മരണപാശത്താലുള്ള ആ ബന്ധനം കാൽവറിയിൽ കർത്താവ് അഴിച്ചു കളഞ്ഞു. അവൻ എൻ്റെ പ്രാണനിൽ ജീവൻ പകർന്നു, നിത്യജീവൻ പകർന്നു. സങ്കീർത്തനക്കാരൻ വായിക്കുന്നത്, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട, ബന്ധനമഴിയപ്പെട്ട, മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ സാക്ഷ്യം, ഒരു ദൈവ പൈതലിൻ്റെ അനുഭവം ഇതാണ്. അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. കാലിൻ്റെ വീഴ്ച നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുന്ന വീഴ്ചയായിരുന്നു. ആ വീഴ്ചയിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുന്നത്, രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ, ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പ്രാപ്തനായി, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും. ഞാൻ അവൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നതിനാൽ ഞാൻ ഒരു നാളും മരണം കാണുകയില്ല. ഇതൊരു ദൈവഭക്തന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യാശയാണ്, ഉറപ്പാണ്, ധൈര്യമാണ്. കൂടപ്പിറപ്പുകളെ, ഇതാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ധൈര്യം. അവൻ ക്രിസ്തുവേശുവിലായിരിക്കുന്നതിനാൽ, കർത്താവ് കാൽവറിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. ആ മരണം എന്തിനു വേണ്ടി ആയിരുന്നുവോ അതൊക്കെ ഞാൻ അവൻ്റെ വാക്കനുസരിച്ച് അവനിലായിരിക്കുന്നതിനാൽ എനിക്ക് ഭവിക്കും. ഇതോരോ മനുഷ്യനും സാക്ഷിക്കുവാൻ, വിശ്വസിക്കുവാൻ, പ്രത്യാശിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതും ആഹ്വാനം ചെയ്യുന്നതും. ഇതേതൊരാൾക്കും പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. കൂടപ്പുറമെ താങ്കൾക്കും ഈ അനുഭവം പ്രാപിക്കാൻ കഴിയും. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിൽ നിന്ന്, ഒരു ദൈവദാസനിൽ നിന്ന്, ഒരു കൂട്ടായ്മയിൽ നിന്ന്, ഒരു സഭയിൽ നിന്ന് കൂടപ്പുറമെ താങ്കൾക്ക് ഈ അനുഭവം പ്രാപിക്കുവാനുള്ള സഹായം ലഭ്യമാണ്. പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കും. താങ്കൾ ഈ വാഗ്ദത്തം പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോഴും അവസരമുണ്ട്. ഇന്ന് പകലും അവസരമുണ്ട്. മരണത്തെ ഒഴിവാക്കി കളയുക, ജീവനിൽ പ്രവേശിക്കുക, നിത്യജീവന്റെ അവകാശം പ്രാപിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി, നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യപദവികൾക്കായി സ്തോത്രം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നതിനാൽ, ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നതിനാൽ, ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഇനിയും അനേകർ നിത്യനരകമാകുന്ന മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് വേണ്ടി, നിത്യമായ ജീവിതം കൈവരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് ഈ വചന കേൾവിയാൽ അവസരങ്ങളും സാഹചര്യങ്ങളും കണ്ടെത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ സഹായം, പരിശുദ്ധാത്മാവിന്റെ സഹായം, അഭിഷക്തന്മാരുടെ സഹായം അവർക്ക് ലഭ്യമാകണമെന്നുള്ള ആഗ്രഹത്തോടെ അവരത് തേടുവാൻ കർത്താവ് സഹായിച്ചാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ പകർന്നാണ്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും ഇതിനാഗ്രഹിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നിന്റെ അനുഗ്രഹം അവരുടെ മേൽ കർത്താവ് അയക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, ഈ വചനങ്ങളാൽ, ഈ ഉപദേശ സത്യങ്ങളാൽ കർത്താവായ യേശു ക്രിസ്തു, പിതാവാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല,
ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം ജയം നാമക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാം ജയം നാമക്കുണ്ടല്ലോ. യേശുവിൻ സേനകൾ നാം ജയം നാമക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമക്കുണ്ടല്ലോ. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിരക്കാം, അവരെ ചിതറുന്നു വൈരികളും. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിരക്കാം, അവരെ ചിതറുന്നു വൈരികളും. ഇത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം ജയം നാമക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമക്കുണ്ടല്ലോ. യേശുവിൻ സേനകൾ നാം ജയം നാമക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാമല്ലോ ജയം നാമക്കുണ്ടല്ലോ. ആശയ്ക്ക് വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കുണ്ടു കൂടെ. ആശയ്ക്ക് വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കുണ്ടു കൂടെ. സൃഷ്ടിക്കും അവൻ കുറവായുള്ളതെല്ലാം, എത്തിക്കാൻ തന്നിൽ കയ്യിൽ സകലത്തിൽ. സൃഷ്ടിക്കും അവൻ കുറവായുള്ളതെല്ലാം, എത്തിക്കാൻ അവൻ തന്നിൽ സകലത്തിൽ. ഇത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഇത് സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. യേശുവിൻ സേനകൾ നാം ജയം നാമക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയമക്കൾ നാം